ഹായ് ഓൾ. ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പായസം കുടിക്കാൻ വലിയൊരു എന്താ പറയുക ഒരു കൊതി തോന്നുന്നു. ഇന്ന് നമുക്ക് പാലട ഉണ്ടാക്കാം. പ്രത്യേകിച്ച് അതൊരു വലിയ എന്താ പറയുക അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ഉണ്ടല്ലോ, അത് മേടിച്ചുണ്ടാക്കുന്ന പായസമാണ്. എനിക്കിഷ്ടമായി ഈ പാലട പായസം. പിന്നെ സാധാരണ സദ്യ പാലട മിക്സ് ഉണ്ടല്ലോ, അതാണ് വാങ്ങിക്കുന്നത്. ഇത് പക്ഷേ ഇതും രണ്ടും സെയിമാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് സദ്യ പാലട മിക്സ് എഴുതിയിട്ടില്ല, ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ടേസ്റ്റ് രണ്ടിൻ്റെയും സെയിം തന്നെ ആയിരുന്നു. ഞാൻ മിക്കപ്പോഴും ഓണത്തിന് വിഷുവിനൊക്കെ നമ്മുടെ സേമിയ പായസം ഇല്ലാതാണ് വെക്കുന്നത്. ഒരിക്കൽ എൻ്റെ അനിയത്തി പറഞ്ഞിങ്ങനെ ഇൻസ്റ്റൻറ്റ് സദ്യ പാലട മിക്സ് ഉണ്ട്, അത് നല്ല ടേസ്റ്റാണ്, അത് വെച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം എനിക്കത് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ അത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പായസം. അതിനുശേഷം ഇപ്പം വിഷുവിനും ഓണത്തിനും ഒക്കെ ഇത് തന്നെയാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇത് എന്താ പറയുന്നത്, കുക്കിംഗ് ഒന്നും അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഇതിനകത്ത് വലിയ എന്താ പറയുന്നത് കുക്കിങ്ങിൽ അറിവിൻ്റെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് പാലൊഴിക്കുക, അത് തിളപ്പിക്കുക, പിന്നെ നമ്മൾ മേടിച്ച പാക്കറ്റ് ഉണ്ടല്ലോ പാലട മിക്സിൻ്റെ, അതങ്ങോട്ട് ചേർത്ത് ഇളക്കിയിരിക്കുക. അത് വേവുന്നതിന് വരെ ഇളക്കുക, അത്രയേ ഉള്ളൂ. വലിയ ഇതൊന്നുമില്ല, പക്ഷേ എന്തോ നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന്. ചിലർ ഈ പായസം കുക്കറിൽ വെക്കുവേ, ഞാൻ പക്ഷേ വെച്ചില്ല. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ ഈ സേമിയ പായസം ഒന്ന് കുക്കറിൽ വെച്ചപ്പോൾ ഇങ്ങനെ ഇത് പാലൊക്കെ ഇങ്ങനെ പിരിഞ്ഞ കൂട്ടിരുന്നു. അത് പക്ഷേ കുക്കറിൽ വേറൊന്നും വെച്ചിരുന്നില്ല. ചിലർ പറയും ഇങ്ങനെ കറി വെച്ച് കുക്കറൊക്കെ ആകുമ്പോൾ അതിൽ പായസം വെച്ചാൽ പാല് പിരിയുമെന്ന് പറയും. പക്ഷേ അതിൻ്റെ ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്കൊരു പേടി ഇത് വെക്കാനായിട്ട്, എങ്ങാനും ചീത്ത പോലെ വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു ചെറിയൊരു നമ്മുടെ ചായപാത്രമില്ലേ, ഞാൻ അതിൽ തന്നെ വെച്ചത്. അപ്പോൾ എന്തായാലും തുടങ്ങാം. ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്നിങ്ങനെ എന്താ പറയുക കാരമലൈസ് ചെയ്തായിരുന്നേ. ഇങ്ങനെ ഈ പാത്രത്തിലിട്ടിട്ട് ചെറുതായിട്ട് ഇളക്കി ഇങ്ങനെ അതിൻ്റെ ബ്രൗൺ കളർ ആകുന്നതിന് വരെ ഇങ്ങനെ ഇളക്കിയിരുന്നു. അതിനുശേഷം കുറച്ച് വെള്ളവും, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ള, പിന്നെ 1 ലിറ്റർ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചു. അപ്പം അത് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് നമ്മൾ മേടിച്ച പാക്കറ്റ് ഉണ്ടല്ലോ പാലട മിക്സിൻ്റെ, അത് ചേർത്ത് എന്നിട്ടത് അടുക്കി പിടിക്കാൻ നോക്കണേ. അതിങ്ങനെ ഇളക്കിയിരുന്നു. കുറച്ച് സമയം എടുക്കും. തീ ഒത്തിരി കൂട്ടി വെക്കല്ലേ, അപ്പം പാലങ്ങ് വറ്റിപ്പോവും. തീ കുറച്ച് വെച്ചിട്ട് അതിങ്ങനെ ഇളക്കിയിരിക്കണേ. അതിന് ശേഷം എന്താ പറയുന്നത്, കുറച്ച് സമയം എടുക്കും നമ്മൾ ഈ പാത്രത്തിൽ വെക്കുവാണെങ്കിൽ. കുക്കറിൽ പെട്ടെന്നാകും, പിന്നെ കുക്കറിൽ വെക്കുന്നവരുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണമായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയത്, അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഇപ്രാവശ്യം ഇതിലാണ് വെച്ചത്. പിന്നെ അടയൊക്കെ വെന്തതിന് ശേഷം ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചായിരുന്നു. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചു. എന്നിട്ട് അത് വാങ്ങി വെച്ചു. പക്ഷേ ഞാൻ അത് ലാസ്റ്റ് ഫൈനൽ ഒരു ലുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയായിരുന്നേ. വീഡിയോ ഫോട്ടോയും ഒന്നും എടുത്തില്ല. പിന്നെ വേറൊരു ടിപ്പ് പറഞ്ഞുതരാവേ. ഇതും എൻ്റെ അനിയത്തി പറഞ്ഞ ടിപ്പാണ് കേട്ടോ, ഇതെനിക്കറിയത്തില്ലായിരുന്നേ. നമ്മൾ ഈ പാലട പായസം വെക്കുമ്പം കുറച്ച് ഉണക്കലരി വേവിച്ചിട്ട് അതുകൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരിക്കൽ അത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ സത്യം പറഞ്ഞാൽ പാലട മാത്രം മേടിക്കും, ഈ ഉണക്കലരി മേടിക്കാൻ ഓർക്കത്തില്ലേ. നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ ഇത്. നിങ്ങൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, എന്നിട്ട് കമൻറ്റ് ഇടണം എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം നല്ലൊരു കൺസിസ്റ്റൻസിയും വരുന്നുണ്ട്, ഈ തീരെ വെള്ളത്തിന് ആ ഒരു ഇതും വരുന്നില്ല. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇങ്ങനെ പഞ്ചസാര ചെറുതായിട്ട് കാരമലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലൊരു കളറ് കിട്ടും, ഒരു പിങ്കിഷ് കളറ് കിട്ടും നമ്മുടെ പാലട പായസത്തിന്. അല്ലെങ്കിലും ടേസ്റ്റ് രണ്ടും സെയിം തന്നെ, ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നേ. നമ്മൾ ഈ പായസത്തിൽ വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. വെള്ളം, പാല്, പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള പായസം തന്നെയാണ്. പിന്നെ മറ്റേ ഉണക്കലരി പറഞ്ഞല്ലോ, അത് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ അതൊക്കെ ഓപ്ഷനിലാണ്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഈ പാക്കറ്റിനകത്ത് തന്നെ ഉണ്ട്. പഞ്ചസാരയും ചേർക്കണ്ട കേട്ടോ. ഇങ്ങനെ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ കുറച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പഞ്ചസാര എല്ലാം ഈ പാക്കറ്റിൽ തന്നെ കിട്ടുന്നതാണ്, അതിൻ്റെ കൂടെ തന്നെ ആഡായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട.
അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ പാലട പായസം വെക്കുന്നെങ്കിൽ ഈ ഉണക്കലരി ചേർത്തിട്ടൊന്ന് വെച്ച് നോക്കണേ. മിൽക്ക് മെയ്ഡ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉണക്കലരി ചേർത്തൊന്ന് വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.